പട്ടി എവിടെ? എന്റെ മുമ്പിൽ നിൽക്കല്ലേ. കുരയ്ക്കുന്ന പട്ടി എവിടെ? മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ. അതല്ല, അർജുൻ എവിടെ? അത് കൃഷ്ണനോട് ചോദിക്കണം. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? അർജുൻ എന്ന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യം. എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത്. പട്ടിയെ പട്ടി എന്നല്ലാതെ പിന്നെ അച്ചാന്ന് വിളിക്കും. വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. ചേട്ടാ, ഇവിടെ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജിയാ. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് ക്യാ. ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? പാസ്. ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. ആ 4 പട്ടിയാണ് ഇല്ലേ? 4യോ? ഒരു 4 4 ഒരു 4 4 24 24 4 4 8ന്റെ 8ന്റെ പണിയായത്. എന്റെ ഒരെട്ടെട്ട് 16. എന്റെ എടാ ഈരട്ട് 16 ഈരട്ട് 16 മൂക്കെട്ട് മൂവെട്ട്. നോക്കട്ടെ, ഇനി ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ, വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് ആര്? വനജ ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ? ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. സിലബസ് മാറിയില്ലോടാ? ഉടനെ പിതാവും മാറുമോ? പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2 ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2 ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. അറിയാം, നിന്റെ പേപ്പർ കാണിച്ച്. ഇന്നലെ മാർക്കാണോ? അയ്യോ, ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75 3. എടാ, ഞാൻ കോപ്പി അടിക്കാൻ, ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജി. നിന്റെ അച്ഛന്റെ ഒപ്പ് ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ അവിടെ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോണ്ട പന്നിന. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ലേ, പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവന്റെ അച്ഛൻ എങ്ങനുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? വരുണുണ്ടോ? വരുന്നില്ല, സാറ് വയ്ക്കോ. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? വീട് പണി എന്തോയി മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ? എന്തോ വിഷയമായിരുന്നു മോനെ? പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? നിന്റെ അമ്മോട് ചോദിക്കും. തലയ്ക്കകത്തല്ല ചാക്കിൽ എന്താണെന്ന് ചോദിച്ചത്. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന് ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? എന്റേത് വവ്വാലോ? 5 രൂപ. തേങ്ങ തന്നെ അല്ലേ? അല്ല, മാങ്ങ. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ. 2 രൂപ പോരെ? വേഷം രാജാവിന്റെ, സ്വഭാവം പിച്ചക്കാരൻ. ഒഴുകൊന്നും വേണ്ട, അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണം. വിടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. 12 അതാണ് ഇവിടെ ഒരു നാറ്റം. അച്ഛന്റെ പേരറിയാല്ല, ഞാനും സ്ത്രീധനം മേടിക്കില്ല. നിന്റെ അച്ഛന്റെ പേരെന്താണ് അറിയത്തുണ്ടോ? പോത്തിന്റെ കാര്യം പറയട്ടോ. അച്ഛൻ എന്ത് ചെയ്യുന്നു? MR കോഡ് വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാർ. നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്, നട്ടല്ലില്ലാത്തവന്മാരാണ് എല്ലാം. വന്നേ, മിമിക്രിയൊക്കെ പിന്നെ ഒറിജിനലായിട്ട് കഴിക്കും. ഗുഡ് മോർണിംഗ്. വൈകിട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന്.
ഇനി ജീവിതത്തിൽ ഞാൻ ചായ കുടിക്കുന്ന കാണില്ല. അതെ. നീ എവിടെ ഉള്ളതാണ്? ഇവിടെ അടുത്ത് അടുത്തെന്താ? അടുത്ത് 30 കിലോമീറ്റർ അപ്പുറം. നല്ല പയ്യൻ അള്ളൂടി സിഗരറ്റ് വലി പിന്നെ ഈ ഇടയ്ക്ക് ഒരു സാധനം നീ കൊണ്ടുവന്നല്ലോ എന്തിനായിരുന്നു അതൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് അറേഞ്ചിനോടാ താല്പര്യം. അതെന്താ? എടാ അങ്ങനെയെങ്കിലും എനിക്കൊരു പെണ്ണ് കിട്ടട്ടെ. ഞാൻ അവൻ പറഞ്ഞുള്ള 2.5 കിൻഡൽ തൊണ്ടുണ്ട്. തായ്ലൻഡ് വല്ല വരുന്ന തൊണ്ടെങ്കിലും പൊളിച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധാസ്യം മൈൻഡ് അടിക്കണ്ട. ഞാൻ ചോദിക്കാണ്, കേരളത്തിലെ ദേശീയ ഫലം ഏതാണ്? ചേന. നീ ആ ചെറുക്കനെ തമ്മിലുള്ള പ്രശ്നം തോന്നുന്നു. അവ എന്നെ നോക്കി ചിരിച്ചില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന നീ എന്തിനു പറയാൻ വരുന്നത്? പാമ്പ് പറന്നു കൊണ്ട് വാപ്പ വിടുന്നില്ല കേട്ടോ. ശരി ബൈ, നിങ്ങൾ വിട്ടോ. ഇവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ പപ്പ വരൂലട്ടാ, പപ്പ ഡെഡാണ്. പപ്പയും മമ്മയും ഇവിടെ ഇല്ല, ഉണ്ണി മാത്രമേ ഉള്ളൂ ഇവിടെ. ആരാ ഉണ്ണി? ഞാൻ. എനിക്ക് അച്ഛന്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ ഇത് പെരിയാണോ? അല്ല എടാ നമ്മൾ എല്ലാ കാര്യം പോസിറ്റീവായിട്ട് എടുക്കണം. നിന്റെ ലൈഫിൽ എന്താ പോസിറ്റീവായിട്ടുള്ളത്? ബ്ലഡ്. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ചെറിയ ഗോവൻ ട്രിപ്പിന്റെ മൊത്ത ചെലവ് വന്നേക്കുന്നത് 3,27,300 രൂപ. എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ വിഷമാവോ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാര് പറയണം. അല്ല നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട് ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞിപ്പെങ്ങള് പറയുന്നേ?